ഹായ് ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസിയായി നമുക്കുണ്ടാക്കാൻ പറ്റിയ ഒരു ബീഫ് കറിയുടെ റെസിപ്പിയാണ്. 1/2 കിലോ ബീഫ്, 4 പച്ചമുളക്, 1 കൈപ്പിടിയിൽ വെളുത്തുള്ളി, ഇഞ്ചി, 4 ഉള്ളി, 4 തക്കാളി, കറിവേപ്പില, മല്ലിയില, 3 സ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടിക്ക് കളറില്ലാത്തത് മല്ലിയും മുളകും മിക്സ് ചെയ്തതാണ്. ഈ ഒരു സ്പൂണിൻ്റെ അളവിലാണ് മുളക് പൊടി എടുത്തിട്ടുള്ളത്. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. കൈയോടനെ നന്നായി കുഴച്ചെടുത്താൽ മതി. അതിനുശേഷം ഇതിലേക്ക് വേണ്ട പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ തക്കാളിയും പച്ചമുളകും കൂടി തക്കാളിയും ഉള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൈവച്ച് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. നന്നായി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഗരം മസാല, 1/2 സ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ കുക്കറിലേക്ക് മാറ്റുക. കുക്കറിലേക്ക് ഒരു 5 or 6 വിസിൽ വരെ കുക്കറിലേക്ക് വെക്കുക. 6 വിസിലായതിനു ശേഷം ഓഫാക്കി വെക്കുക. ഒരു കടായി എടുത്തിട്ട് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. ചൂടായി വന്ന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കാച്ചിയെടുക്കുക കറി. അതിനുശേഷം ഒന്ന് നന്നായി ഒന്ന് തിളച്ച് വന്നാൽ അതിലേക്ക് നമുക്ക് വേണ്ട മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പത്തലിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ബീഫ് കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.